നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ദേശീയപാതയിൽ നിന്നും നിയന്ത്രണം വിട്ട KSRTC ബസ് പാഞ്ഞുകയറി വഴിയാത്രക്കാരി മരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിലെ ദുരന്തബാധിതരെ പന്തല്ലൂർ ജനതാ അപ്പർ പ്രൈമറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. KK രാമചന്ദ്രൻ MLAയും ജില്ലാ കളക്ടറും ക്യാമ്പ് സന്ദർശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ CPM പ്രതിഷേധം. പഞ്ചായത്തുകൾക്ക് മുൻപിൽ CPM പ്രവർത്തകർ മാർച്ച് നടത്തി. കൊറിയർ സർവീസ് വഴി മയക്കുമരുന്ന് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് ദേശീയപാതയിൽ നിന്നും നിയന്ത്രണം വിട്ട KSRTC ബസ് പാഞ്ഞുകയറി വഴിയാത്രക്കാരി മരിച്ചു. പുതുക്കാട് കാഞ്ഞൂർ പൊരന്തരപ്പിള്ളി വീട്ടിൽ റോയ്സിന്റെ ഭാര്യ സിന്ധുവാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 7-നായിരുന്നു സംഭവം. ബസ് ദേശീയപാതയോരത്തെ കടയിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. മകളെ ബസ് കയറ്റാൻ എത്തിയ സിന്ധു തിരിച്ചു പോകാൻ സ്കൂട്ടറിനടുത്തേക്ക് പോകുന്നതിനിടെയാണ് ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചത്. തൽക്ഷണം മരിച്ചു. പുതുക്കാട് ഡിപ്പോയിൽ നിന്നും ബസ് എടുത്ത് ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്നതിനിടെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് അപകട കാരണമെന്ന് പറയുന്നു. അപകടത്തിൽപ്പെടുമ്പോൾ ഡ്രൈവർ കുഴഞ്ഞു വീണ നിലയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. സിന്ധുവിന്റെ സംസ്കാരം നടത്തി. ആൻമരിയ, ആരോൺ എന്നിവർ മക്കളാണ്. ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിലെ പന്തല്ലൂരിൽ നിന്ന് 13 കുടുംബങ്ങളിലെ 36 പേരെ പന്തല്ലൂർ ജനതാ അപ്പർ പ്രൈമറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പ് KK രാമചന്ദ്രൻ MLAയും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും സന്ദർശിച്ച് ക്യാമ്പിലെ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ K സുധാകരൻ, അജിത രമേശൻ, മുകുന്ദപുരം ഭൂരേഖ തഹസിൽദാർ ആൻഡോ ജേക്കബ് എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. അതേസമയം പറപ്പൂക്കര പഞ്ചായത്തിലെ തൊട്ടിപ്പാൾ കർഷക സമാജം സ്കൂളിൽ ഒരു കുടുംബത്തെയും സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നന്ദിപുരത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. കളപ്പാട്ടിൽ സുരേന്ദ്രന്റെ ഭാര്യ കുമാരി ശോഭനയുടെ വീടിന്റെ 100 മീറ്ററോളം ചുറ്റുമതിലാണ് തകർന്നു വീണത്. അപകടത്തിൽ ആളപായമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം UDF സർക്കാർ വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VR രബീഷ് അധ്യക്ഷനായി. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AV ചന്ദ്രൻ, അൽജോ പുളിക്കൻ, സരിത രാജേഷ്, PC സുബ്രൻ, ചെങ്ങാലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AC സുബീഷ്, അലൻ പോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, ബീന ഷാജു, ശ്രീജ രാജേഷ്, സതി രജീഷ് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ഗവൺമെന്റ് ഇവിടെ പാസാക്കി അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ ആ പദ്ധതി വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറവ് വരുത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് തികയാതെ വരുന്ന ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതുക്കാട് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രകടനം നടക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ CPIയുടെ നേതാവ് സഖാവ് രബീഷ്, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPIMന്റെ നേതാക്കളായ സഖാക്കൾ AV ചന്ദ്രൻ, അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, സഖാവ് സരിത രാജേഷ്, സഖാവ് PC സുബ്രൻ, സഖാവ് AC സുബീഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
CPM ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിക, അമ്പിളി സോമൻ, സ്വപ്ന സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ വെട്ടിക്കുറവുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി എല്ലാ മേഖലയിലും വെട്ടിക്കുറവ് വന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പ്രസാദ് അത് സംബന്ധിച്ച് പറയുണ്ടായി. പ്ലാൻ ഫണ്ടിൽ കുറവ് വന്നു, മെയിൻ്റനൻസ് ഗ്രാന്റ് അതിൽ കുറവ് വന്നു, പട്ടികജാതി വിഭാഗത്തിന്റെ സവിശേഷമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സഹായകരമാകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPM അളഗപ്പ നഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ്, CPI അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VK അനീഷ്, CPM അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PV ഗോപിനാഥൻ, CPM ഏരിയ കമ്മിറ്റി അംഗം PK വിനോദ്, LDF കൺവീനർ KM ചന്ദ്രൻ, CPI അളഗപ്പ നഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. KK ഗോഖലെ, VR രാജൻ, K വിജീഷ് കുമാർ, CK ബിന്ദു, PS വിനോദ്, PC സാജു, CB സുരേഷ്, PN വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാരിന്റെ നടപടിക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. രേഖ കിഷോർ അധ്യക്ഷയായി. LDF പഞ്ചായത്ത് കൺവീനർ EK അനൂപ, CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ, PD നെൽസൺ, TR ലാലു, PR രാജൻ, ബീന സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി വിഹിതം നൽകാതെ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിന് പദ്ധതി വിഹിതങ്ങൾ നൽകാതെ. ഇനി കാണാം ബിസിനസ് ന്യൂസ്. കൊടകരയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഗ്രാൻഡ് വെഡിങ്സ് 1ാം വാർഷികാഘോഷ നിറവിൽ. വാർഷികാഘോഷ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരായ TK ശ്രീകുമാർ, VB സുരേഷ് ബാബു, TS നസീർ, TV വാസ്മിത, കൊടകരയിലെ ആദ്യകാല വ്യാപാരി KR ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു. പാർട്ട്ണർമാരും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ചു. തൃശൂർ ജില്ലയിൽ തന്നെ വിലക്കുറവിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന സ്ഥാപനമെന്ന പേരുകേട്ട ഗ്രാൻഡ് വെഡിങ്സിൽ ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ ശ്രേണിയിലുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ നൽകുന്നത് കൂടാതെ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ സ്ഥാപനത്തിൽ പർച്ചേസ് നടത്തുന്നവർക്ക് തൂഫാൻ സെയിൽ എന്ന പേരിൽ സർപ്രൈസും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് വെഡിങ്സിൽ പർച്ചേസിനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ 98% സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നമ്മുടെ സർവീസ് കൊടുത്ത് നമ്മുടെ വിലക്കുറവ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതാത് കൗണ്ടറുകളിൽ തിരക്ക് വരുമ്പോൾ മറ്റുള്ള കൗണ്ടറുകളിൽ തിരക്ക് ഇല്ലാത്ത ആൾക്കാർ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ചെയ്യണം. എന്നാലേ നമുക്കൊരു മറ്റവർക്കും കൂടി സപ്പോർട്ട്, തിരക്കുള്ള ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കണം നമ്മൾ നല്ല രീതിയിൽ. ഇന്ന് 1ാം വർഷമാണ്. 1ാം വർഷത്തിനോടനുബന്ധിച്ച് നിങ്ങൾ
നിങ്ങളെ ഒന്ന് ആശംസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് രാവിലെയാണ് വിളിച്ചത്. പക്ഷെ ഇന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. നാളെ വിളിക്കണമെങ്കിൽ എനിക്ക് എത്താൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം അതും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമായി തന്നെ ഞാൻ കാണും. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഒരു ശ്രീകുമാറിൻ്റെയോ നസീറിൻ്റെയോ ഒരു ഭർത്തമാരെ അവിടെ ഉടമസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഈ സ്റ്റാഫുകളാണ് ഇത് വളർത്തേണ്ടത് എന്ന കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ വാർഷിക ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. പിന്നെ നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പോൾ ഒരു വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാവരുടെയും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ എല്ലാവരുടെയും അറിയാം ലാൻഡ്വേഡിക്സ്. ഇപ്പോൾ ഈ മേഖലയിലൊക്കെയും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ ഇനിയുള്ള വർഷങ്ങളിലും ഇനിയും കേട്ടറിഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് നല്ലൊരു മാനേജ്മെൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. മറ്റു വാർത്തകളിലേക്ക്. കൊറിയർ സർവീസ് വഴി മയക്കുമരുന്ന് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊടി വീട്ടിൽ അഭിഷേകാണ് ഹൈദരാബാദിൽ നിന്ന് പിടിയിലായത്. ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് കൊറിയർ സർവീസുകളുടെ മറവിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തി വന്ന സംഘത്തിൽ നിന്ന് 6 കിലോ 50 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയിരുന്നത്. കേസിൽ ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ 25 വയസ്സുള്ള ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ 25 വയസ്സുള്ള ഷൈൻ ഷിജു എന്നിവരെ ജനുവരി 24-ന് ആളൂർ പോലീസും ഡാൻസാബ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇവർക്ക് കഞ്ചാവ് അയച്ചു കൊടുത്ത പ്രധാന പ്രതിയായ ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചൊറ്റാരിക്കൽ വീട്ടിൽ 25 വയസ്സുള്ള അലൻ മാത്യുവിനെ ജൂലൈ 27-നും തൊടുപുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ജിത്തു വർഗീസുമായി അഭിഷേക് ഓൺലൈൻ വഴി പണമിടപാടുകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിഷേകിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊറിയർ മാർഗം ജിത്തു വർഗീസിന് കഞ്ചാവ് അയച്ചു കൊടുത്തതെന്ന് വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദിൽ നിന്നും അഭിഷേകിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആളൂർ പോലീസ് SI അമൽ ജോയ്, SI ജെയ്സൺ, GSI മിനിമോൾ, GSCPO ജിബിൻ വർഗീസ്, CPO വിശാഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. BJP മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മറ്റത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിർത്തിവെച്ച രാത്രി ചികിത്സ പുനരാരംഭിക്കണമെന്നും ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കോടാലി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം BJP തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി NR റോഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാമദാസ് ബൈലൂർ, പഞ്ചായത്ത് മെമ്പർമാരായ അതുൽ കൃഷ്ണ, അശ്വതി സുബീഷ്, ഷീജ, നേതാക്കളായ സുധീർ വെട്ടിയാട്ടിൽ, സജിത ചന്ദ്രൻ, സുരേഷ് സുരേന്ദ്രൻ, ആതിര സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ ഒരു അത്യാസന്നമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു പാമ്പ് കടിയേറ്റിട്ടോ അതല്ലെങ്കിൽ ഒരു നെഞ്ചുരോഗം അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതോ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുപോകും? പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തരാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഈ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും അതല്ലെങ്കിൽ ഡോക്ടർമാരും 6 മണി 7 മണി. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സമ്മാന കൂപ്പൺ ആദ്യം വാങ്ങിയത് MLA, ഭാഗ്യവും തേടിയെത്തിയത് MLAയെ തന്നെ. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പിലാണ് ശ്രദ്ധേയമായ സംഭവം. സമ്മാന കൂപ്പൺ ആദ്യമായി വാങ്ങിയത് KK രാമചന്ദ്രൻ MLA ആയിരുന്നു. നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ 2ാം സമ്മാനമായി ബൈക്ക് സ്വന്തമാക്കിയതും MLA തന്നെ. അതോടെ ചടങ്ങിൽ പങ്കെടുത്തവർക്കിടയിൽ അമ്പരപ്പും കൗതുകവും നിറഞ്ഞ നിമിഷങ്ങളായി. ഇതോടെ കഥ അവസാനിച്ചില്ല. 30ാം സമ്മാനമായ സർപ്രൈസ് ഗിഫ്റ്റും KK രാമചന്ദ്രൻ MLAയ്ക്കാണ് ലഭിച്ചത്. മറ്റത്തൂർ വാസുപുരത്ത് നിയന്ത്രണം വിട്ട കാർ തോട്ടിൽ വീണു. കാറിലുണ്ടായിരുന്ന യുവാക്കളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. വാസുപുരം കുഞ്ഞക്കര റോഡിലെ കല്ലൻതോട് പാലത്തിനു സമീപം ഞായറാഴ്ച രാത്രി 8ഓടെയാണ് സംഭവം. കയ്പമംഗലം സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ നിയന്ത്രണം വിട്ട് ഒഴുക്കുള്ള തോട്ടിലേക്ക് വീഴുകയായിരുന്നു. തൊട്ടുപുറകെ വന്ന മറ്റൊരു കാർ യാത്രക്കാരൻ അപകടം കണ്ട് സമീപവാസികളെ വിളിച്ചുകൂട്ടുകയായിരുന്നു.
ഓടിക്കൂടിയ നാട്ടുകാർ സാഹസികമായി വെള്ളത്തിലിറങ്ങി കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് MV മിനി എന്നിവർ സ്ഥലത്തെത്തി. ഫയർഫോഴ്സും വെള്ളിക്കുളങ്ങര പോലീസും എത്തിയിരുന്നു. പാലത്തിൽ കൈവരിയില്ലാത്തതും വെളിച്ചക്കുറവും ചൂണ്ടിക്കാട്ടി NCTV നേരത്തെ പലതവണ വാർത്ത നൽകിയിരുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് നന്ദിപുരത്തെ പ്രധാന റോഡുകൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൃത്തിയാക്കി. റോഡരികിലെ കാടും പുല്ലും വെട്ടിമാറ്റുകയും ഓടകളിലും പരിസരങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും യാത്ര സുഗമമാക്കുന്നതിനുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. കല്ലൂർ പാറക്കാട് കാപ്പിലമൂപ്പിൽ രാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. യോഗേശ്വരിയാണ് ഭാര്യ. ഷാജു, ഷിബു, ഷൈബി എന്നിവർ മക്കളും. സിജി, ദീപ, സുഭാഷ് എന്നിവർ മരുമക്കളുമാണ്. BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷിന്റെ പിതാവ് തലവണിക്കര ആറ്റൂർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് സ്വവസതിയിൽ. പരേതയായ കല്യാണിക്കുട്ടി അമ്മയാണ് ഭാര്യ. സുഷമ, സുധീഷ്, ബിന്ദു, രവീന്ദ്രനാഥ്, BJP കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് രാജേഷ് എന്നിവരാണ് മറ്റുമക്കൾ. രാജപ്പൻ, സുനിത, സജിത, രവീന്ദ്രനാഥ്, ദിവ്യ എന്നിവർ മരുമക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ദേശീയപാതയിൽ നിന്നും നിയന്ത്രണം വിട്ട KSRTC ബസ് പാഞ്ഞുകയറി വഴിയാത്രക്കാരി മരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിലെ ദുരന്തബാധിതരെ പന്തല്ലൂർ ജനതാ അപ്പർ പ്രൈമറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. KK രാമചന്ദ്രൻ MLAയും ജില്ലാ കളക്ടറും ക്യാമ്പ് സന്ദർശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ CPM പ്രതിഷേധം. പഞ്ചായത്തുകൾക്ക് മുൻപിൽ CPM പ്രവർത്തകർ മാർച്ച് നടത്തി. കൊറിയർ സർവീസ് വഴി മയക്കുമരുന്ന് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.